ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. ഒരു ഫൺ ടാസ്ക് കൊടുത്തു ബിഗ് ബോസ്. മേസ് റണ്ണർ എന്നാണ് ടെക്നിക്കലി ഈ ഒരു ഗെയിമിനെ പറയുന്നത്. ബിഗ് ബോസ് ഇട്ട പേര് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. കളിക്കളമെന്നോ അങ്ങനെ എന്തോ ആണ് സംഭവം. ഈ കാണുന്ന സംഭവമാണ്. ഇതിൽ ജയിക്കുന്നവർക്ക് ബിഗ് ബോസ് കൊടുക്കുന്നത് മാമ്പഴങ്ങളാണ്. ഈ ഒരു ടാസ്കിൽ എല്ലാവരും നല്ല രീതിയിൽ തന്നെ കളിച്ചു തൊട്ടെ. ടൈമർ വെച്ചിട്ടാണ് വിധി പ്രഖ്യാപിച്ചത്. നോറയായിരുന്നു വിധികർത്താവ്. ജിൻഡോ, അർജുൻ എന്നിവര് 5 മിനിറ്റ് എടുത്തിട്ടാണ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത്. ടാസ്ക് കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബോൾ എത്തിച്ചില്ല അകത്ത്. ജാസ്മിൻ ശ്രീതു 5 മിനിറ്റ് തന്നെ, അവരും ടാസ്ക് കംപ്ലീറ്റ് ചെയ്തില്ല. സായി സിജോ 4 മിനിറ്റും എത്രയോ സെക്കൻഡുകളും എടുത്തു, ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. സായിയുടെയും സിജോയുടെയും കോർഡിനേഷൻ ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങോട്ട് തിരിക്കാൻ സായി പറയുമ്പോൾ സായി അങ്ങോട്ട് തിരിക്കും, ഇങ്ങോട്ട് തിരിക്കാൻ സിജോ പറയുമ്പോൾ സായി ഇങ്ങോട്ട് തിരിക്കും. അതുപോലെ എടുത്തു പറയേണ്ട ഒത്തൊരുമയായിരുന്നു അഭിഷേക് ഋഷി. 1 മിനിറ്റ് കൊണ്ടാണ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത്. ഒരു രക്ഷയില്ലാത്ത ലെവൽ ഒത്തൊരുമയാണെങ്കിലും ഋഷിയെ പുറത്താക്കാൻ പഠിച്ച പണി 18 അഭിഷേക് നോക്കുന്നുണ്ട് എന്നൊക്കെയാണ് രാവിലെ ലൈവ് കണ്ടവരിൽ നിന്നും എനിക്കറിയാൻ സാധിച്ചത്. എന്തായാലും അവർക്കാണ് മാമ്പഴം സമ്മാനമായിട്ട് ലഭിച്ചത്. ഋഷി, അഭിഷേക്, അവരെല്ലാവർക്കും അവരവരുടെ ഷെയർ ഒക്കെ കൊടുത്തു. അഭിഷേക്, ഋഷിയും. അങ്ങനെ ആ ഒരു ടാസ്ക് അവസാനിച്ചു. ഈ ഒരു ടാസ്ക് നടക്കുന്നതിന്റെ ഇടയ്ക്ക് ശ്രീധുവിനെയും ജാസ്മിനെയും ബിഗ് ബോസ് ഒരു ട്രോളുന്നുണ്ട്. ഒരു വല്ലാത്ത ട്രോളായി പോയി. വന്ന വഴി മറക്കാത്തവരാണ് ജാസ്മിനും ശ്രീധു എന്ന് പറയുന്നുണ്ട്. കാരണം അവര് എത്ര ശ്രമിച്ചിട്ടും അത് ആ ഒരു ബോൾ അകത്തോട്ട് പോകുന്നില്ല. അവരെത്ര തിരിച്ചിട്ടും അത് തിരിച്ചു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് വന്ന വഴി മറക്കാത്തവരാണെന്ന് പറഞ്ഞ് ബിഗ് ബോസ് ഒരു ട്രോൾ ചെയ്ത് വല്ലാത്തൊരു ട്രോളായി പോയി. അപ്പൊ ഇത്രയുമായിരുന്നു പ്രധാന ലൈവ് അപ്ഡേറ്റുകൾ. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട്